പുറത്ത് തകർത്ത് പെയ്യുന്ന ഇടവപ്പാതി മഴയാണ്. ഈ നല്ല തണുപ്പത്ത്, ഈ മഴയുടെ ഈ തണുപ്പത്ത് നല്ല ചൂട് സൂപ്പും കുടിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കും. എന്ത് സുഖമല്ലേ. നല്ല മഴയും മനസ്സിൽ പ്രണയവും ഒക്കെ ആയി വാട്സപ്പിൽ കാമുകി അയച്ച മെസ്സേജൊക്കെ വായിച്ച് സൂപ്പൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇന്ന് എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ തക്കാരം എന്ന ഹോട്ടലിൽ ഇതുപോലൊരു അന്തരീക്ഷത്തിലടഞ്ഞായിരിക്കും. കണ്ടില്ലേ ഈ ഒരു ആംബിയൻസിൽ ഞാനിങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പനമ്പള്ളി നഗറിലെ തക്കാരത്തിലെ സൽക്കാരം എന്താണെന്ന് നമുക്കിന്നൊന്ന് കാണാം അല്ലേ. എല്ലാ മഞ്ഞ പ്രേക്ഷകർക്കും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. എന്തായാലും തക്കാരത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തക്കാരത്തിന്റെ സാരഥികൾ ഇവിടെ റെഡിയാണ്. വാ. നമസ്കാരം ചേട്ടാ. എന്താണ് പേര്? അബ്ദുള്ള. അബ്ദുള്ള. രമേശൻ. രമേശൻ. ചേട്ടൻ? നൗഷാദ്. ഷെഫ് പേര്? ഷാജു. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിന്റെ തക്കാരത്തിന്റെ? ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരുണ്ട്. നമ്മൾ 2 പേരും ഇവിടെ ഉണ്ട്. 2 പേര് തിരുവനന്തപുരത്താണ്. മറ്റു ബ്രാഞ്ചുകൾ പുതിയതായിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയല്ലേ. ചേട്ടനാണ് ബിൽഡിംഗ്. ഓക്കെ. ചേട്ടൻ ഈ ഫുഡിനോടും ഈ ഹോട്ടലുകളോടും ഒരു താല്പര്യം കാരണം അല്ലേ വിട്ടുപോകാറേയില്ല. ഫുൾ ടൈം തക്കാരത്തിന്റെ കൂടെ നടക്കുകയാണ്. അപ്പൊ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ തക്കാരം? തക്കാരം നമ്മളെ മലബാർ ഭാഷയില് സൽക്കാരം എന്നുള്ളതിനെ ലോപിച്ചിട്ട് പറയുന്ന മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു ഭാഷയാണ് തക്കാരം. അപ്പൊ കൊളവാക്കി പറഞ്ഞൊരു സാധനമാണ് ഈ തക്കാരം അല്ലേ. സൽക്കാരം തന്നെയാണ് സംഭവം. അപ്പൊ എന്നാലും ഇവിടെ വരുന്ന ആൾക്കാരെ നന്നായിട്ട് സൽക്കരിച്ച് അവരുടെ വയറും മനസ്സും ഒക്കെ നിറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ശരിക്കും ഈ കൊച്ചിയിൽ പനമ്പള്ളി നഗരം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഫുഡീസിന്റെ ഒരു ഔട്ടിംഗ് ആണല്ലേ. ഒരുപാട് ഈ ഫുഡ് റെസ്റ്റോറൻറ്റ്സും ഫുഡീസിന്റെ ഒരുപാട് കടകളുണ്ട്. അപ്പൊ അവിടെ തന്നെ ഇത് തുടങ്ങാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു ഈ തക്കാരം? അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തുടങ്ങാനുള്ളൊരു? നമ്മള് കണ്ണൂർ ബേസ്ഡ് ആണ് നമ്മള്. ഓക്കെ. അപ്പോൾ കണ്ണൂരിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ ഫുഡിന് ഏറ്റവും കൂടുതൽ നല്ല ചാൻസിൽ സ്ഥലം നോക്കി നടന്നപ്പോൾ ഇവിടെ ഒരു ഫ്രീ ആയിട്ടൊരു ഷോപ്പ് കണ്ടു. അങ്ങനെ ഒരു ഇതിൽ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹൃദയ ഭാഗത്ത് തന്നെ തുടങ്ങാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമല്ലേ ശരിക്കും. അങ്ങനെയുണ്ട്. ഓക്കെ. എന്തായാലും അടിപൊളി. അപ്പൊ ഇന്ന് തക്കാരത്തിലെ സൽക്കാരം അതിന്റെ രുചി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ അടുക്കളയിലേക്ക് വന്നത്. പുറത്ത് നല്ല ഇടിവെട്ടി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല സുഖിച്ചിരുന്നപ്പോഴാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി കയറി. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങള് ഇനിയിപ്പം ഞാനും ഷെഫും കൂടെ ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. അപ്പം നൈസ് ടു മീറ്റ് യു. ഓക്കെ. അപ്പൊ ഷാജു ചേട്ടൻ്റെ അടുത്ത ചീഫ് ഷെഫ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? തുടങ്ങാം. അടുക്കളയിൽ നിൽക്കണമെങ്കിൽ ഈ സാധനമൊക്കെ വെക്കണമെന്നാ. ഓക്കെ അല്ലേ? മുടി വീഴാതിരിക്കാനുള്ള ടെക്നോളജിയാണ്. അപ്പൊ തുടങ്ങാം. എന്താ ഇന്ന് ചെയ്യാൻ പോണ? ഇന്ന് തക്കാര സ്പെഷ്യൽ. ആട്ടുംതല വറ്റിച്ചത്. ആട്ടുംകാല് ചുട്ടത്. ആട്ടുംതല വറ്റിച്ചതും ആട്ടുംകാല് ചുട്ടതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ. ഇതിവിടെ സ്പെഷ്യലായിട്ട് തക്കാരത്തിന്റെ സ്പെഷ്യലാണ്. എല്ലാ കടകളിലും ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിന് മുമ്പ് എന്തായാലും ഭയങ്കര ചൂടാണ്. ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരട്ടെ. അപ്പൊ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. ഭയങ്കര ചൂട്. ഞാൻ തുടച്ചിട്ട് വരാം. ഓക്കെ. ഒരു ചെറിയ ബ്രേക്ക്. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ആട്ടുംതല വറ്റിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. തുടങ്ങിക്കോ. അധിക നേരം ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ ഉരുകി പോകും. ആദ്യം സ്വല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ ആദ്യം ഇത് വെള്ളത്തിയിട്ട് അല്ല ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചാൽ ഫുൾ ബോയിൽ ആക്കും. ഓ ശരി. ശരിക്കും മലബാറി ഡിഷാണോ ഇവിടെ? ഇത് നാടൻ ഡിഷാണ്. ഓക്കെ. കാരണം നമ്മുടെ ഇതിൽ ഒരു അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു വെറൈറ്റി ഡിഷാണ്. ഉപ്പ്. നല്ല തണുപ്പൊക്കെ അല്ലേ, നല്ല ചൂടൊക്കെ കിട്ടുമല്ലോ. കുറച്ച് ഗ്രീൻ ചില്ലി, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില. വെള്ളം ചൂടായി. ഇനി നമ്മൾ ആട്ടുംതല കട്ട് ചെയ്തിടണം. ഓക്കെ. ഇതാണ് നമ്മുടെ ആട്ടുംതല കട്ട് ചെയ്ത് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആട്ടുംതല. ഓക്കെ. ഇത്ര ചെറുതായിരുന്നല്ലേ ആട്ടുംതല എന്ന് പറയുമ്പോൾ? നമ്മൾ നീളത്തിൽ വലിയ സംഭവമൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഏകദേശം ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. കൊള്ളാം. മട്ടനൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും ആട്ടുംതല ആദ്യമായിട്ടാണ് കഴിക്കുന്നത്.
ഇതിപ്പോ ചേട്ടാ കട്ട് ഇടുന്നോ അതോ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയോ? അല്ല കട്ട് ചെയ്ത് ഇടുന്നതാണ് നോർമലി. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ചേട്ടാ ഇങ്ങനെ ഫുൾ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം. ആ ഓക്കെ. എത്ര സമയം എടുക്കും ചേട്ടാ ഇങ്ങനെ വെന്ത് വരാനായിട്ട്? 5 മിനിറ്റ്. 5 മിനിറ്റ്. 5 മിനിറ്റ്. തീരെ ഒരു സുഖമല്ല അല്ലേ? എന്താ അത് നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് ചൂടിട്ടിരിക്കുന്നതാണ് തോന്നുന്നു. ഓക്കെ. നാട്ടുന്തല നല്ല നെയ്യായിരിക്കും അല്ലേ ഇത്? ഇതെന്തിൻ്റെ കൂടെയായിട്ട് കോമ്പിനേഷൻ വരുന്നത്? പത്തിരിയുടെ കൂടെ. ഇതിപ്പം എത്ര പേർക്കുള്ള പ്രൊപ്പോർഷൻ ആയിരിക്കും? ഇതിപ്പോൾ 6 പേർക്കുള്ള പോർഷൻ. 6 പേര് കഴിക്കാം. ഓക്കെ സൂപ്പർ. 6 പേർക്കും കഴിക്കാം, 4 പേർക്കും കഴിക്കാം. അത് കഴിക്കുന്നതിൻ്റെ ഇതുപോലെ അല്ലേ? ആടാ ആ അവിടെ ഓരോരുത്തർ ഇപ്പം തന്നെ അതിൽ തന്നെ നോക്കി നോട്ടം വെച്ച് നിൽക്കുന്നുണ്ട്. ശരിക്കും മലബാറി കോഴിക്കോട് ഇതെങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു എങ്ങനെ പഠിച്ചത്? ഇത് ഹോട്ടൽ ഫീൽഡ് തന്നെയാണ്. ചേട്ടൻ ഈ അടുക്കളയിലായതുകൊണ്ട് ഇങ്ങനെ ഓടി നടന്നൊക്കെയാണ് പാചകം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അടുത്തത്? ഇത് വറ്റിച്ച് വരുമ്പോഴത്തേക്കും ഇതിൽ മറ്റുള്ള മസാലകൾ ചേർത്ത് ഊറ്റി മസാലകൾ ചേർത്ത് അതിലോട്ട് വറ്റിച്ചെടുക്കും. അപ്പോൾ ഈ വെള്ളം ഫുള്ളായിട്ട് വറ്റി പോവുമോ? വെള്ളം ഫുള്ളായിട്ട് പറ്റില്ല. അത് 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം കുറച്ച് ഊറ്റിക്കളയും. പീസ് എടുത്തിട്ട് സെപ്പറേറ്റ് മസാല വേറെ ഒരു സൂപ്പിൻ്റെ ഇതെല്ലാം അതിനകത്ത് ആവുമോ? അത് ഒരു ബോയിൽ പോലെ സ്റ്റോക്കിൻ്റെ ഇതുപോലെ അല്ലേ? സ്റ്റോക്ക് പോകും, കുറച്ച് സ്റ്റോക്ക്. നല്ല ഭയങ്കര നെയ്യുള്ള സാധനമല്ല ഈ മട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ സൂപ്പ് കുടിക്കാൻ വേണ്ടി പണ്ട് നന്നാവാൻ വേണ്ടിയിട്ടേ തടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സൂപ്പ് കുടിക്കാൻ പണ്ട് വിടുമായിരുന്നു വീട്ടിൽ. അങ്ങനെയാണ് ഈ തടി വെച്ച് ഇപ്പോൾ കൂടിപ്പോയതാണ്. മട്ടൺ സൂപ്പ് കുടിച്ചതാണ്. ഓക്കെ. പിന്നെ മട്ടൺ ഒരുപാട് സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ തല വെച്ചുള്ള സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ. നമ്മുടെ തക്കാരം സ്പെഷ്യലായിട്ട് തക്കാരത്തിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ? ശരിക്കും സത്യമാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളെങ്കിൽ ഈ മട്ടൺ തല തക്കാരത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം വന്ന പിന്നെ ആട്ടുംകാൽ ചുട്ടത് എല്ലാം തക്കാരത്തിൻ്റെ സ്പെഷ്യൽ ഡിഷുകളാണ്. അടിപൊളി, കൊള്ളാം. നല്ല ചൂടാണ്. ഓക്കെ. ബോയിലായിട്ടുണ്ട്, ഏകദേശം ബോയിലായല്ലേ? ഓക്കെ. ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് നമ്മൾ കളയും. ആ ബാക്കി സ്റ്റോക്ക് ഇവിടെ വെച്ചിട്ട് അടുത്ത ചട്ടി മസാല ചൂടാം. ഇനി അടുത്ത് മസാല ചെയ്യണം അല്ലേ? ഇതിനകത്ത് ഇടാനുള്ള മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഏകദേശം നമ്മൾ ഹാഫ് ബോയിലായിട്ടുള്ള ഈ മട്ടൻ്റെ തല ഇപ്പം ഏകദേശം 5 മിനിറ്റ് ഇട്ട് ഫുൾ ബോയിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കളഞ്ഞു, സ്റ്റോക്ക് കളഞ്ഞു. ഇനി അടുത്ത് ഇതിനകത്ത് ഇടാനുള്ള മസാലയാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രഷ് വെളിച്ചെണ്ണ നമ്മൾ കൊപ്ര മേടിച്ച് നമ്മൾ തന്നെ ആട്ടിച്ച്. ശരി. അപ്പോൾ ഇതും തക്കാരത്തിൻ്റെ സ്പെഷ്യലാണ്, ഒരു രഹസ്യമാണ്. നമ്മുടെ കടനെ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു. ശരിക്കും വെളിച്ചെണ്ണ ചെയ്ത ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അല്ലേ? ഇവിടെ ആകുമ്പോഴത്തേക്കും തക്കാരത്തിൻ്റെ സ്പെഷ്യൽ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയാണ്. ആദ്യമേ ഗാർലിക് വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഇപ്പം ഈ കൊപ്രയൊക്കെ എവിടെ ചേട്ടാ ആട്ടുന്നത്? നമ്മൾ കണ്ടിട്ട് എല്ലാ കടകളിലേക്കും വേണ്ടി ഒരുമിച്ച് ഒന്ന് നോക്കട്ടെ. ഞാൻ ഈ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അല്ലാതെ ആട്ടിയ വെളിച്ചെണ്ണ വരെ അങ്ങനെ അധികം കാണാൻ അതിൻ്റെതായ സ്മെല്ല് ശരിക്കും ശരിയാട്ടാ. കടയിൽ വാങ്ങിക്കുന്ന ഇത്ര സ്മെല്ലില്ല. അത് ഒരുപാട് സാധനങ്ങളൊക്കെ ചേർക്കും തോന്നുന്നു അല്ലേ? ആണ് ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയുടെ ഒരു എസൻസ്, ഒരു ഫ്ലേവർ. ഇതൊക്കെയാണ് തക്കാരത്തിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യങ്ങൾ. ഈ ചേട്ടൻ രഹസ്യം പുറത്തു വിട്ടു വന്ന്. ഓക്കെ. അത് മാത്രമല്ല ഷായിച്ചേൻ്റെ കൈപ്പുണ്യം കൂടെ ഉണ്ട് അല്ലേ? അതാണ് ഇഞ്ചി. ഓക്കെ, ഇഞ്ചി 2 ടീസ്പൂൺ. ആദ്യം നമ്മൾ ഇട്ടത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് പകുതി മൂപ്പാകുമ്പോൾ ഇഞ്ചിയും കൂടെ ഇടാം. ഓക്കെ. ചെറിയ ഉള്ളി. ഇപ്പം നമ്മൾ 6 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് ചെയ്യുന്നത് അല്ലേ? ഇത് കഴിഞ്ഞ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആട്ടുംകാൽ ചുട്ടത് കാല് ചുട്ട്. ഓക്കെ. കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് ചതച്ചത്. ആട്ടുംതല വറ്റിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ മിക്കവാറും വറ്റി ഇവിടെ കിടക്കും. എന്താ ചേട്ടാ ചൂട് ജാസ്തി ടൊമാറ്റോ വലുതാക്കി കട്ട് ചെയ്ത്. വലിയ ടൊമാറ്റോ വലുതായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ. ഗാർണിഷിങ്ങിന് കൂടി.
ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ടൊമാറ്റോയും കൂടെ എല്ലാം കൂടെ ചേർന്ന് വെളിച്ചെണ്ണയിൽ വരുന്ന ഒരു സ്മെല്ലാണ് ഇപ്പം. ചൂടായിട്ടും സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി കുറച്ച് ചോപ്പ് ചെയ്ത് ഓണിയൻ, ടൊമാറ്റോ രണ്ടും ഇടാല്ലേ? രണ്ടും വലുതാക്കി ഒരു ഗാർണിഷിന് ലുക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര സമയം എടുക്കും ചേട്ടാ ഓർഡർ ചെയ്തിട്ട്? 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. ഓൾറെഡി ഹാഫ് ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് 10 മിനിറ്റ് മാക്സിമം മതി ചെയ്യാനാണ്. മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടു, പെരിഞ്ജീരകപ്പൊടി ഇട്ടു. ഫ്ലേവർ വന്നു. കുറച്ച് ഗരം മസാല. അപ്പോൾ ഇവിടെ ഈ മസാലപ്പൊടിയെല്ലാം ഇവിടെ പൊടിക്കുന്നതാണോ? ഇവിടെ തന്നെ പൊടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ മസാലപ്പൊടി പൊടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായിട്ട് ഈസ്റ്റേണിൻ്റെ മസാലപ്പൊടികൾ ഉപയോഗിച്ച് ചെയ്യാം അല്ലേ? അപ്പോൾ ഈസ്റ്റേൺ മസാല, ഇറച്ചി മസാല പൊടികളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ആട്ടിൻ തല വറ്റിച്ചത്. വേണമെങ്കിൽ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഗ്രേവിയാണ്. ഇത് പ്രത്യേകം ചെയ്ത് വെച്ചാണോ? അത് പ്രത്യേകം ചെയ്ത് ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില അരച്ചു വെച്ചാണ്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അരച്ചു വെച്ച്, കുരുമുളക് കൂടെ അരച്ചു വെച്ച് ഗ്രേവിയാണ്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് അത് ഒരു മസാലയായത്. ഇനി ഇതിലേക്ക് നമ്മുടെ തല വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ സർവിങ് ഡിഷിലേക്ക് ഇനി മാറ്റുവാണോ? അതോ സർവിങ് ഡിഷിലേക്ക്? ഓക്കെ. ഇതെങ്ങനെ നമ്മളിത് ഇനി കഴിക്കുന്നത്? ഫോർക്കൊക്കെ വെച്ച് ഫോർക്ക് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് അകത്തുനിന്നുള്ള ഇതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ ആട്ടിൻ തല വറ്റിച്ച ഐറ്റം അല്ലേ? കുറച്ച് നേരം സ്റ്റീം. ഓക്കെ. കുറച്ച് നേരം കൂടെ സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആട്ടിൻ തല വറ്റിച്ചത് റെഡിയാവും. ഇത് നമ്മൾ റൊട്ടിയുടെ പത്തിരിയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തി ഇന്ത്യൻ ബ്രെഡ്സിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. പക്ഷെ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഈ ആട്ടിൻതല വറ്റിച്ചത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംഘം ചേർന്ന് വരിക. സംഘം ചേർന്ന് വന്നു കഴിഞ്ഞാൽ തകാരത്തിൻ്റെ സ്പെഷ്യൽ ആട്ടിൻതല വറ്റിച്ചത്. ഇതാണ് ആട്ടിൻതല വറ്റിച്ചത്. ആട്ടിൻതല വറ്റിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആട്ടുംകാല് ചുടാൻ പോവുക. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് നമുക്കൊരു ബ്രേക്ക് എടുക്കണ്ടേ? ചേട്ടതൊക്കെ ഒന്ന് ഒരുക്കട്ടെ. ഒരു ചെറിയ ബ്രേക്ക് ഇപ്പോൾ വരാം. അമ്മേ, വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ എന്നും പറഞ്ഞ് ഓടി കിടന്ന ഒരാടാ. ആടിൻ്റെ തല ഞാൻ വറ്റിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആഗ്രഹം, കാലും കൂടെ വെട്ടണ്ടേന്ന്. വെട്ടിയ കാലെവിടെ നിന്നല്ലേ? എത്ര പുൽമേടുകളിൽ ഓടിയിടുന്ന കാല, എൻ്റെ കാല. ഇവിടെ വേറൊരു കാലിനുണ്ടായിരുന്നല്ലോ, ഷെഫ്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വാ നമുക്ക് കാല് പറ്റിക്കണ്ടേ? ഓക്കെ. അപ്പൊ നമ്മുടെ തല പറ്റിച്ചു കഴിഞ്ഞു. ഇനി കാലിന് എന്താ ചെയ്യാൻ? കാല് ചുടാൻ പോവാണ്. ഓക്കെ. കനലിലാണോ ചുടാൻ പോണേ? കനലിൽ ചുട്ടു. ദൈവമേ, ഗ്രില്ലാണ് സംഭവം. അപ്പോൾ സാധാരണ നമ്മൾ കോഴിയുടെ കാല് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആട്ടിൻകാലം ആദ്യമായിട്ടാണ് ഈ കഴിക്കാൻ പോണത്. അപ്പോൾ ആട്ടിൻ്റെ തല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കാലും കൂടെ. ഇന്നൊരു പൊളിക്കും. ഷോ, ഇടവപ്പാതിയിൽ നല്ലൊരു തണുപ്പത്തൊക്കെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചാണ്. ഇത്രയും വലിയ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. കമാൺ. ഈ ഗ്രില്ലിൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ സസൂക്ഷ്മം നമ്മുടെ ഒരു ഈ ഫാനം ഓഫ് ചെയ്തപ്പോൾ ഓക്കെ. ചാർക്കോൾ ഇതിനെ ഹേ ഹോയ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രില്ല് ഈ പറയുന്ന ഈ സാധനം നമ്മൾ കാല് പൊരിക്കാൻ പോകണം, ചുട്ടെടുക്കാൻ പോകണം. ഓക്കെ. നാടൻ മസാല. എന്ത് മസാല? മസാല വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മറ്റേ ടൊമാറ്റോ,
പിന്നെ ഗ്രീൻ ചില്ലി അതിൽ മസാല ആക്കിയിട്ട് നമ്മുടെ നാടൻ കിട്ടുന്ന മസാലകളെല്ലാം കൂടെ ചേർത്ത് paste ചെയ്ത് എത്ര നേരം വെച്ചിരുന്നത്? ഇത് ചുടുന്നത് ഒരു 45 മിനിറ്റ്. ഓഹോ, വളരെ അധികം എന്താ പറയാ ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണ്. ഇല്ലെങ്കിൽ കരിഞ്ഞു അല്ലേ ആട്ടുംകാല്? നല്ലപോലെ വേവണോ അല്ലേ? 45 മിനിറ്റ് ശരിക്കും വേവ് ശരിക്കും വേവണം. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് എടുക്കും കിട്ടാനായിട്ട്. അപ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അധികം താമസിക്കാതെ ഈ സാധനം കിട്ടും. ഇവിടെ നല്ല ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു 16 റൂംസ് ഉണ്ട്. ഈ റൂംസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ദൂരെ നിന്നൊക്കെ വന്നിട്ട് ഇതിനു വേണ്ടി വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. തല വറ്റിച്ചതും ഈ ആട്ടുംകാല് ചുട്ടതും കഴിക്കാൻ വേണ്ടി, കനലി ചുട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇവിടെ താമസിച്ച് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്ന സാധനങ്ങളാണ്. ഭയങ്കര ഇത് ഓട്ടമുള്ള സാധനമാണ് ഈ ആട്ടുംകാലൊക്കെ. തക്കാരത്തിന്റെ വെറൈറ്റി ഡിഷുകൾ ശരിക്കും നമ്മൾ വെളിയിൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നല്ല ഇടവപ്പാതി മഴയായിട്ട് കുറച്ച് നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ റൊമാൻറ്റിക് മൂഡിൽ ഇരുന്നതാണ്. ദൈവമേ, എന്തത് വിഷുവോ? തറച്ചക്രം പൊട്ടും പോലെയൊക്കെ പൊട്ടുന്നുണ്ടത്. ദൈവമേ, ഓ ചേട്ടാ കരിഞ്ഞു പോരുന്നു. ദൈവമേ, ഓ ചേട്ടാ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണല്ലേ ഇത്. ഇത്രയും പ്രതീക്ഷയില്ല. നല്ല ഇടവപ്പാതിക്ക് നല്ല തണുപ്പൊക്കെ കൊണ്ട് എ സിയിൽ ഇരിക്കാന്ന് വിചാരിച്ച് വന്നതാണ്. ഗോഡ്, വാട്ട പരിപാടി. ഇത്രയും വലിയൊരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആട്ടിൻ തല ചുട്ട് വറ്റിച്ചെടുത്തിട്ട് ഇപ്പൊ താണ്ട കാല് കുരുമുളകിൽ വറ്റിച്ചത് ഇപ്പൊ കാല് ചുട്ടോണ്ട് പച്ച മസാല. കഴിഞ്ഞ 45 മിനിറ്റുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടംപററി ചുടൽ ഓഫ് ആട്ടുംകാലാണ്. ആട്ടുംകാൽ ചുട്ട് കഴിഞ്ഞോ എന്തോ എന്തായി കാണോന്നറിയില്ല. റെഡി 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 ആട്ടുംകാൽ റെഡി റെഡി സൂപ്പർ. ആട്ടുംകാൽ ചുട്ട് കഴിഞ്ഞു. ഓക്കെ, എന്റെ പൊന്നെ, ഇത്രയും ചൂടത്ത് നീ ആട്ടുംകാലൊക്കെ ചൂടാൻ പറ്റുന്ന കാര്യം. പച്ച പപ്പായ അരച്ച് മസാലയിൽ ചേർക്കുമ്പോൾ സ്മെല്ല് ശരിക്കും ആ ഫ്ലേവർ. പച്ച പപ്പായ അരച്ച് മസാലയിൽ മിക്സ് ചെയ്ത് ചുട്ടെടുക്കുന്നതിന്റെ ആണ് ആ ഒരു സ്മെൽ. ഓക്കെ, അടിപൊളി. ഇന്ന് ഇവിടെ ഒരു കൊയ്ത്ത് നടക്കും. ആട്ടിൻതല വറ്റിച്ചതും ആട്ടിൻകാല് ചുട്ടതും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ബ്രെഡിന്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞൊരു ഗത പോലെ ഉണ്ടല്ലോ. ഇത് എടുത്തിങ്ങനെ എങ്ങനെ പൊക്കും ചേട്ടാ അത്? നമ്മൾ ചിക്കൻ കാലൊക്കെ എടുത്ത് വെച്ച് കടിക്കുമ്പോലെ അത്ര ഈസി അല്ല ഈ ആട്ടിൻകാലെടുത്ത് വെച്ച് കടിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആൾക്കൂട്ടം വേണമല്ലേ ഇത് കഴിക്കാനാണെങ്കിൽ. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും തിന്നു തീർക്കാൻ പറ്റില്ല ഇത്. അതുകൊണ്ട് ഒരാഴ്ച വയറ് ഫ്രീ ആക്കിയിട്ട് വരണം, എങ്കിലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തക്കാരത്തിൻ്റെ സ്പെഷ്യലാണ് ആട്ടിൻതല വറ്റിച്ചതും ഈ ആട്ടിൻകാല് ചുട്ടതും. ഓക്കെ, അപ്പം റെഡി. തോക്ക് പോലുണ്ട്. ഓക്കെ, അപ്പോൾ ആട്ടിൻകാല് ചുട്ടത് റെഡിയായി. നമ്മുടെ ആട്ടിൻകാല് കനലിൽ ചുട്ടത്. അപ്പോൾ സ്പെഷ്യലി ഓർക്ക് ആട്ടിൻകാല് കനലിൽ ചുട്ടതും ആട്ടിൻതല വറ്റിച്ചതും കുരുമുളക് വെച്ച്. അപ്പോൾ ഷായി ചേട്ടാ വളരെയധികം നന്ദി. ഇത് നമുക്കും ഈ പ്രേക്ഷകർക്ക് എനിക്കും ഈ പ്രേക്ഷകർക്കും ഒരു പുതിയ അറിവാണെന്നാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഈ സാധനങ്ങൾ കാണാൻ വളരെ റെയറാണ്. ഇപ്പോൾ അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമല്ലേ. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ റെയറാണ്. തകാരത്തിൽ മാത്രമേ ഇവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്തായാലും വരുമ്പോഴത്തേക്കും തകാരത്തിൽ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തക്കാരത്തിന് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ ആട്ടിൻതല വറ്റിച്ചതും ആട്ടിൻകാല് കനലിൽ ചുട്ടതും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എ സിയിലേക്ക് പോവാണ്. ഇനി ഇവിടെ നിന്നാൽ ഞാൻ ഒരുക്കിച്ചാവും. ഇത് കഴിക്കണമല്ല. അപ്പം വളരെ നന്ദി. ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് പോവാണ് തലയും കാലുമായി. ഓക്കെ, വീണ്ടും ഇടവപ്പാതിയുടെ തണുപ്പിൻ്റെ സുഖത്തിലേക്ക്. ഇടവപ്പാതി ഈ കോരിച്ചൊഴിയുന്ന മഴയത്ത് ഇത്രയും ചൂടുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് ചൂടും പുകയൊക്കെ കൊള്ളേണ്ടി വരും. സ്വന്തമായി ചൂടത്തും പുകയത്തുമൊക്കെ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭയങ്കര സ്വാദാണ്. തക്കാരത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ആട്ടിൻതല വറ്റിച്ചത്, ആട്ടിൻകാല് ചുട്ടത്. ഇതിൽ തിരുവനന്തപുരം, വൈറ്റില, പനമ്പിളിനഗർ, കണ്ണൂർ മാത്രമല്ല അങ്ങ് ദുബായിലും കിട്ടും തക്കാരത്തിൽ ഈ സ്പെഷ്യൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ മാത്രമേ ഈ സാധനം കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. എന്തോന്നടേ ഇത് ഗതയാ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.